ഹലോ ഗൈസ്, വെൽക്കം ടു യാസിം വ്ളോഗ്സ് ഫാമിലി. യാസിം വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായിട്ട് വീഡിയോയിൽ വന്നുകൊണ്ട് വീഡിയോ എടുക്കാനൊരു എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പം ഞാൻ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ്. പിന്നെ കുറച്ച് പേർക്ക് അജ്മാനിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതായത് വാപ്പാനെ സബ്സ്ക്രൈബ് മീൻസ് വാപ്പാൻ്റെ വീഡിയോയിൽ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോയിൽ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഉമ്മ നാട്ടിലാണ് അങ്ങനെ. അതായത് ഞാൻ പറയാം, ഞാൻ ആദ്യം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയത് അബുദാബിയിലാണ്. സിദ്ധ്യാപ്പാനെയാണ് ആദ്യം കാണാൻ പോയത്. സിദ്ധ്യാപ്പാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ. അപ്പോൾ ഞാൻ സിദ്ധ്യാപ്പാനെ വാപ്പ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് എൻ്റെ വാപ്പാനെ പോലെ തന്നെയാണ്. കാരണം മൂപ്പരെന്നെ ചെറുപ്പം മുതലേ നോക്കി വളർത്തിയതാണ്. അപ്പം അതുകൊണ്ട് ആ ഉമ്മ നാട്ടിലാണ് ഉള്ളത്. ഓക്കെ. പിന്നെ അതായത് എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ വാപ്പാൻ്റെ പേര് കുഞ്ഞഹമ്മദ് അല്ലേ? ഇതാണ് എന്റെ വാപ്പ, ഇതാണ് ഒറിജിനൽ വാപ്പ, എന്റെ വാപ്പാടെ അനിയൻ. അപ്പൊ കണ്ടാമു അതായത് അവനക്ക് വാപ്പാക്ക് പ്രായം അതിന്റെ പേരില് പക്ഷെ എല്ലാവരും അവന് ജസ്റ്റ് എന്ന് വിളിക്കും. കുഴപ്പമില്ല, അതിൽ ഞാൻ കൃതാജ്ഞനാണ്. അപ്പം സുദ്ധ്യാപ്പാനായാലും അവർക്ക് കുട്ടികളില്ല. പക്ഷെ ഇതുവരെ ഞങ്ങളത് കാണിപ്പിച്ചിട്ടില്ല. അവരങ്ങനെ അല്ലോ. പിന്നെ എനിക്കൊരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അതിൽ ഇത് മനസ്സ് തൃപ്തിയാണ്. നിങ്ങളുടെ കമന്റുകൾ പ്രത്യേകം എഴുതുക. കമന്റ് ഞാൻ വീഡിയോ കാണുന്നതിന് പോയിട്ട് കമന്റുകളാണ് വായിക്കുന്നത്. അതായത് അപ്പൊ മനസ്സിന്റെ ഒരു തൃപ്തിയും. കുറെ വീഡിയോയില് ഇത് കമന്റ് കണ്ടിരുന്നു. അപ്പം ഇതൊരു ക്ലാരിഫിക്കേഷൻ കൊട്ടെന്നാണ്. ഇനി അടുത്ത വീഡിയോയിൽ പോയി ചോദിക്കരുത് എന്താണ് സംഭവം. അപ്പൊ ഇതാണ് കാരണം. എനിക്ക് എന്നും വന്നിട്ട് ഫസ്റ്റത്തെ 1 മിനിറ്റ് ഇത് വന്ന് ഈ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അറിയാത്തവർക്ക്. പിന്നെ തീർച്ചയായിട്ടും പ്രത്യേകം പറയണം, കമന്റുകളിൽ ഒഴുകി. പിന്നെ എല്ലാരും ചോദിച്ചു വാപ്പാന്റെ ജോലി. വാപ്പാന്റെ ജോലി എന്ന് വെച്ചാൽ PRO അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. അതായത് ഈ ലീഗൽ വർക്കും കാര്യങ്ങളൊക്കെ വാപ്പ. പിന്നെ ഉമ്മ, അതായത് ഉമ്മ പിന്നെ ഉറക്കോ ഇങ്ങോട്ട് വന്നേ. ഉമ്മ വരുന്നുണ്ട്. ഉമ്മ എന്റെ ഉമ്മാന്റെ പേര് ഹസീന. ഓക്കെ. ഉമ്മ ഹൗസ് വൈഫ്. ഓക്കെ. കറന്റ്ലി ഒരു ജോലിയൊന്നും ചെയ്യുന്നില്ല. വീട്ടില് ഫുഡ് ഉണ്ടാക്കുക, ഉറങ്ങുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വീട്ടിലത്തെ സൂപ്പർവൈസർ ആണ് ഉമ്മ. പിന്നെ സീരിയലിലെ മെയിൻ ആണ് ബിഗ് ബോസ്. 3 വെട്ടി ക്ലിനിക്സ് തന്നത് കരഞ്ഞത്ത്. അതായത് ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞില്ലല്ലോ, നമ്മള് വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മള് മുന്നേ പറഞ്ഞില്ല, എന്റെ അനിയന്റെ ഉറപ്പിക്കല് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മിഠായി കൊടുക്കല് പോലത്തെ ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് കഴിഞ്ഞ്. അപ്പം ഞാൻ UAE എത്തിയതിനു ശേഷം പുള്ളിക്കാരത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഇഷാന ഞാൻ കണ്ടിട്ടില്ല. ഇഷാന എന്നാണ് പേര്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. ആൻഡ് ഇഷാനാനെ മെയിനായിട്ട് കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ എന്റെ നാത്തൂനെ കാണാൻ പോവാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു വണ്ടി മരുമോളെ നമ്മളുടെ പുതിയതായിട്ട് വരുന്ന അതിഥി അല്ലെ, അതിഥി എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ഇഷാനാനെ കാണാൻ പോവാണ്. അപ്പൊ ഞാനും യാസീനിക്കും ഒന്നും കണ്ടിട്ടില്ല വന്നതിന് ശേഷം. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പം പോവാണ്. അവർക്കൊന്നും എനിക്കറിയില്ല. അവർക്ക് ഞങ്ങളെ വീട്ടിലേക്ക് ഒരു എല്ലാവരും മക്കളും കൂടി കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ എടുക്കുകയാണ്. ഞങ്ങള് എല്ലാ ജില്ലയിലും ആൾക്കാരായി. അതായത് വയനാട് യാസീനിക്ക, പിന്നെ ഷുക്കൂർക്ക ഇല്ലേ മറ്റേ എന്റെ കണ്ണൂർ തലശ്ശേരി മാഹി. അതായത് എന്റെ മുന്നേ UK വന്നൊരിക്കാക്ക് ഉണ്ടെന്ന് എല്ലാവർക്കും സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റിയേക്കും. അതിനെ കെട്ടിക്കൊണ്ടുവന്നത് മാഹിന്നാണ് കുട്ടീനെ. പിന്നെ ഇപ്പൊ ഇഷാന, അതായത് കാസർഗോഡും ആയിട്ടുണ്ട് അല്ലേ, കാസർഗോഡും ആയിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഇപ്പൊ എടുത്തോണ്ടിരിക്കാണ്. ഞങ്ങളെ മക്കളെ ഞങ്ങൾ സ്നേഹിക്കുന്നത്. സ്വർണ്ണത്തിന് അല്ല, സ്വർണ്ണത്തിന് കൂടുതൽ
അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അത് അങ്ങനല്ല, നമ്മളെല്ലാവരും പ്രത്യേകം നല്ല സ്നേഹമാണ് നമ്മൾ. അതിന്റെ പേര് ഞങ്ങൾ എവിടെ നിന്ന് ഞങ്ങൾ എടുക്കും കുട്ടികളെ. പിന്നെ വാപ്പ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വാപ്പ ഇങ്ങനെ ഞാൻ വല്ലപ്പോഴും വന്ന് ഇങ്ങനെ പോവുള്ളൂ. ഇങ്ങനെ വാപ്പാക്ക് ഓൾറെഡി അവിടെ ഒരു റൂം ഉണ്ട്, ലൈക്ക് ഒരു ബെഡ് സ്പേസ് പോലെ. അപ്പൊ വാപ്പ എന്ത് ചെയ്യും, വീക്കെൻഡ് അല്ലെങ്കിൽ വാപ്പാക്ക് ഇങ്ങനെ 3 ദിവസം 2 ദിവസമൊക്കെ. അത് എനിക്ക് വരെ ഡൗട്ട് അടിച്ച്. ദുബായിലാ മീൻസ് ഞങ്ങൾ അജ്മാനിലാണ്. ഞങ്ങൾ അജ്മാനിലാണ്. പക്ഷെ ഒരു കുറച്ചേ ഉള്ളൂ വഴി ദൂരം. പക്ഷെ ട്രാഫിക് ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് ഭയങ്കര ട്രാഫിക് ആകുമ്പോ അപ്പൊ അവിടെ തന്നെ ദുബായി തന്നെ. അല്ല 6 മണിക്ക് ഞാൻ അവിടുന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാല്, എന്റെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാല് 10 മണിക്കാണ് ഞാൻ അവിടെ എത്തണത്. അന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് തിരിച്ചു പോകണം പറയും. മോർക്ക് പണിയില്ലാന്ന് പറയും. അപ്പൊ ഇതിങ്ങനെ ആയി ഞാനപ്പൊ ഒരു കാര്യം, ഞാൻ അവിടെ ദുബായിൽ സെറ്റായി. അത് പണ്ടേ ദുബായിൽ സെറ്റായി. രണ്ട് സ്ഥലത്തുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അപ്പൊ അതിന്റെ കൺഫ്യൂഷൻ എടുത്തോട്ടെ എല്ലാവരും. എന്താ പറയാ, ഇനി അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കട്ടെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പുറമെ കമന്റ് ചോദിച്ചാൽ റിപ്ലൈ തരുന്നതാണ്. പിന്നെ പിന്നെ ഇത്താത്തെ കൂടി പറഞ്ഞു. ഇക്കാക്കാന്ന് വെച്ചാല് ഇക്കാക്ക ഇത് നമ്മളെ അജ്മാന് ഫ്രീ സോണിന്റെ അടുത്താണ് നമ്മളുടെ ഫ്ലാറ്റ് വരുന്നത്. അപ്പൊ ഇക്കാക്കാക്ക് ഇവിടെ കുറച്ചും കൂടി കൺവീനിയന്റ് ആണ് ജോലിക്ക് പോകാൻ. ഇക്കാക്കാന്റെ ജോലി ഫ്രീ സോണിന്റെ ഉള്ളിലാണ്. ആ കമ്പനിയിൽ ഇക്കാക്ക അപ്പോസിഷനിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്റെ നാത്തൂൻ ആർട്ടിസ്റ്റ്, പുള്ളിക്കാരത്തി ഒരു ആർട്ടിസ്റ്റ്. ഓഫീസൊന്നുമല്ല, മൂപ്പര് ആർട്ടിസ്റ്റ് സ്വന്തമായിട്ട് ക്ലയൻസ് കഴിഞ്ഞില്ലേ. നല്ലൊരു വീക്ക് ഓഫ് നേർന്നു. അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മള് കൂടാതെ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ സൂപ്പർ ആക്കി ഒരുക്കിയിട്ടുണ്ട്. സൗന്ദര്യം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. കണ്ണടയിലൊക്കെ ഇട്ട് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് ഒന്ന് കൂടി. ഫേസ് പാക്കിട്ടല്ല, ഫേസ് പാക്കിനല്ല, സൗന്ദര്യം. ഇവിടെ ഒരു ലാഡർ ഉണ്ട്. അതായത് ഇവിടുത്തെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇങ്ങോട്ട് പുതിയതായിട്ട് മാറിയിട്ടുള്ളൂ അല്ലേ. അപ്പം നെവർ മൈൻഡ്. പ്രത്യേകം ഒരു ഞങ്ങൾ പ്രാർത്ഥിക്കാണ്, എല്ലാവരും നല്ലതായിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഈ വീക്ക് ഓഫ് അടിച്ചു പൊളിക്കാൻ. അതിന് ഇത് വരുന്നത് വീക്കെൻഡ് നാളെ ഉണ്ടോ? ആ ശരി, ഓക്കെ ഹാപ്പി. എന്നാലും അവർക്ക് പ്രത്യേകം അഡ്വാൻസ് പറയല്ലേ. ആ ശരി, ഞാൻ ടിഷ്യൂ പേപ്പർ എടുക്കും. ഗൈസ് വീട് കുറച്ച് മെസ്സിയാണ്, നെവർ മൈൻഡ്. അത് നമ്മൾക്ക് ഇനി വണ്ടിയിൽ കയറുന്ന പിന്നെ നിങ്ങളുടെ ലിസ്റ്റ്. ഓ മൈ ഗോഡ്, വാപ്പാടെ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതാണ് വാപ്പാൻ്റെ വണ്ടി. അപ്പൊ യാസീനിക്ക ഇത് തിരിച്ചിടാണ്. ഓ മൈ ഗോഡ്, ഇവിടെ എന്താ വാപ്പ പറഞ്ഞ RTOയില് പോയി. ഒന്നും ചെയ്യണ്ട, ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ IDP ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ വണ്ടി എടുത്തോ? അല്ല, ഞാൻ ഓടിക്കുന്നില്ല, കാരണം അറിയില്ല. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ 1 മാസം വിസിറ്റിംഗ് വിസയ്ക്ക് വന്നാൽ 30 ദിവസം. അപ്പൊ വണ്ടി തിരിച്ചിടും. വാപ്പ വരുമ്പോ സുഖായി. ഇതാണ് ഗൈസ്, യാസിനൊക്കെ വണ്ടി തിരിച്ചിട്ടോണ്ടിരിക്കുന്നു. അറിയാം അത് തിരിച്ചിടാൻ അറിയോ? തിരിച്ചിടാൻ അറിയോന്ന്? ഇതെന്താ നോക്കണ? എന്താ ഫോണിൽ നോക്കണ? ടോർച്ച് അടിച്ചു നോക്കണം, അത് ലൈറ്റ് ഉണ്ട്. എന്റെ പൊന്നു മോനെ, അയ്യോ വണ്ടി എടുത്ത്. ഓ മൈ ഗോഡ്, ഒരാൾ വണ്ടി എടുത്തിട്ട്. അങ്ങോട്ടാ പോണ്ടേ നമുക്ക്. അപ്പൊ ഗൈസ്, യാസീനൊക്കെ വണ്ടി തിരിച്ചിട്ടിട്ടുണ്ട്, നോക്കിക്കോ. ഇതാണ് പാപ്പാൻ്റെ വണ്ടി കേട്ടോ, കമ്പനി വണ്ടിയാണ്. അപ്പം നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ പാപ്പാൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പാപ്പാക്ക് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളുടെ ഫ്ലാറ്റ് ഇവിടെയാണ്, അതായത് ഫ്രീ സോണിൻ്റെ പുറത്ത് തുടങ്ങുന്നത് അവിടെയാണ് ഫ്ലാറ്റ്. ഇതാണ് ബിൽഡിംഗ്. അപ്പം യാസിൻക്ക് വണ്ടി തിരിച്ചിട്ടുണ്ട്. ഇനി ഉമ്മൊക്കെ വരട്ടെ,
നിങ്ങ ഫ്രണ്ടിലല്ലേ ഇരിക്കണ്? ഹാൻഡ് ബ്രേക്ക് കിട്ടിയില്ലേ? വാപ്പയും ഉമ്മ എത്തിട്ടോ. വാപ്പയും ഉമ്മ എത്തി. വാപ്പ വണ്ടി കയറി. ആരാ തിരിച്ചിട്ടെന്നറിയാം? യാസിൻക. ഇങ്ങോട്ട് വാ. വാപ്പ ഈ ഡോർ തുറന്നാ. വാവ്, ഡോർ തുറന്നു. ഓ, നമ്മളെ വണ്ടിക്കില്ലല്ലേ ഓട്ടോമാറ്റിക്? യാസിൻക ഫ്രണ്ടിലാണ് ഇരിക്കണത്. ഞാൻ ഇവിടെ ഇരിക്കാൻ പരിപാടിയാണ്. ഇതെന്തൂടണോ അപ്പാ? ഇതെന്തൂടണ്? ആ ശരി. ഓക്കെ ഓക്കെ, ഞാൻ ഡോർ എടുക്കട്ടെ. ഡോർ അടിച്ചോ? ഓക്കെ, ഇത് അനുയുടെ ഡ്രസ്സാട്ടോ. അനു വർക്കിന് പോയിക്കണം. അപ്പം വരുമ്പ് ഇടാൻ വേണ്ടിയിട്ട്. ഉമ്മ ഇവിടെ ഇരുന്ന്, ഞാനിവിടെ ഇരുന്നു. എന്ത് പാപ്പ യാസിൻക്ക് ഫ്രണ്ടിൽ. വി ആർ ഗോയിങ്. ഞങ്ങൾ മെയിൻ റൂട്ടിൽ തന്നെ. നമ്മള് ചാച്ചാന്റെ വില്ലയിലെത്തി. അപ്പം നമ്മളിവിടെ ഒരുമിച്ചാട്ടാ പോവാ. അപ്പം നിക്ക് അല്ല, നമ്മള് ചാച്ചാന്റെ അവിടെ എത്തി. പിന്നെ ചാച്ചാനായിട്ട് നമ്മൾ എന്താ ഇനി ഇവിടെ റെഡി ആയോന്നൊന്നും അറിയൂല. ഇനി ഇവിടെയും പോസ്റ്റ് കിട്ടോന്ന് അറിയില്ല. ഓ, ഇത് ചാച്ചാന്റെ വണ്ടിയാണല്ലോ. ചാച്ചാന്റെ വണ്ടീന്റെ അടുത്ത് ചാച്ചാന്റെ വില്ലേ കയറിയിട്ട് നമ്മള് നേരെ ഇതും ചാച്ചാന്റെ വീട്. വിളിച്ചോക്കാം. ഇത് ചാച്ചാന്റെ വീട്. ഇവിടെയാണ് ചാച്ച താമസിക്കണം. ആ, വിളിക്ക്. റൂട്ടിലിട്ടേക്കാണ്. അപ്പൊ കേറ്റിടാനുള്ള പരിപാടിയാണ് അല്ലേ? ചാച്ചാന്റെ വീട് ഒന്നും കൂടി കാണിച്ചു തരാം. ചാച്ചാന്റെ വീട്ടിൽ വന്നുള്ള പ്രത്യേകത ഇവിടെ മുരിങ്ങലുണ്ട് കേട്ടോ. മുരിങ്ങലൊക്കെ നല്ല ഫ്രഷ്. ഇപ്പൊ പരിപ്പും മുരിങ്ങലൊക്കെ തിന്നണമെങ്കിൽ നേരെ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വന്ന് പൊട്ടിച്ചുകൊണ്ടുപോയിട്ട് നേരെ നമ്മളെന്ത് ചെയ്യും, വീട്ടിൽ പോയി ഉണ്ടാക്കും. ആ, നിച്ചു റെഡി ആയാ? ഉമ്മച്ചി മേക്കപ്പ് ഇട്ടോണ്ടിരിക്കണോ? ലേറ്റ് ഇടാത്തെന്താ? ഓക്കെ, ഇവിടെ എന്തേ നല്ല ഫ്രഷ് മുരിങ്ങല. ആരെങ്കിലും വന്നോളൂ. നല്ല ഫ്രഷ് UAE-ക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്നോ. നല്ല ഫ്രഷ് മുരിങ്ങല കിട്ടും പരിപ്പിൻ്റെ കൂടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മുരിങ്ങല. നല്ലതാ. അയേണും കുറേ വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു ചെടിയാണ് നിച്ചു. ഇതാണ് നിച്ചു കേട്ടോ. നിച്ചു നിന്നെ കണ്ടിട്ട് പൂച്ചന്റെ കണ്ണു പോലെ ഉണ്ട്. ആ തിളങ്ങണ്. റെഡിയായി ഉമ്മച്ചി? ഓക്കെ, വാപ്പിട്ട് വന്നോണ്ടിരിക്കാണ്. ഇങ്ങോട്ടുണ്ട്. ഉമ്മച്ചി കറുപ്പാ? ഡുഡുവോ? ഇവിടുത്തെ VIP ആണ് ഈ പുള്ളിക്കാരൻ. VIP. ഈ മൂപ്പര് ഇവിടുത്തെ VIP ആണ്. ചാച്ചി ഡുഡുവിന് പച്ച വെള്ളം കൊടുത്തില്ലെങ്കിലും ഇതിന് ഫുഡ് കൊടുക്കാൻ ചാച്ചിയെ മറക്കാറില്ല. വന്നു എന്റെ അടുത്തേക്ക്. ഹലോ സർ. ഇപ്പൊ എന്നായിട്ട് നല്ല കമ്പനി ആട്ടോ മൂപ്പര്. എന്നെ കണ്ടാൽ അപ്പൊ വരും. ചിക്കൻ ബ്രസ്റ്റ് മാത്രമേ തിന്നു പുള്ളി. ഈ പുള്ളിയാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് മാത്രമേ തിന്നു. അല്ലേടാ ബ്രൗണി എന്നാട്ടാ പേര് പുള്ളിന്റെ. ഇവിടുത്തെ പേരും VIP ആണ്. ഡുഡുവിന് ഫുഡ് കൊടുത്തില്ലെങ്കിലും ഇതിന് ഫുഡ് കൊടുക്കാണ്ടിരിക്കുമല്ലോ ഇവിടെ. അല്ലേ ഡുഡു? ബ്രൗണി കഴിഞ്ഞിട്ടേ ഉള്ളു. പോണ്. രാവിലെ എണീറ്റപ്പോ ചാച്ചാക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവന്റെ ഫുഡ് കഴിഞ്ഞല്ലോ പോയി മേടിച്ചുണ്ടാ അതാ ഒരു ചിക്കൻ ബ്രസ്റ്റ് മാത്രമേ കഴിക്കൂ. അല്ലാണ്ട് കഴിക്കാൻ പറ്റണില്ല. നോക്കിയിരിക്കുമ്പോ വിഷമോടൊന്നും പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചത് ചാച്ച. ഓ, വന്ന് ക്യാമറ കണ്ട് മനസ്സിലായി. പെട്ടെന്ന് ഓടി വന്ന് ഹായ് കാണിച്ചു ക്യാമറയില്. ആ, ബ്രൗണി ഫാൻസ്, ടോക്കിയോ ഫാൻസ് ഉണ്ട്. മൂപ്പരണ്ട ഫുഡ് തിന്നാ ഉറങ്ങാ. ഇതാണ് മൂപ്പരുടെ അവന്റെ ഫുഡാണ് കേട്ടാ. ചിക്കൻ ബ്രസ്റ്റ് മാത്രമേ തിന്നു. VIP.
എടാ കള്ള രാത്രി ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്ത് വന്നിട്ട് കരഞ്ഞു ഞാൻ ഹോളിലൊക്കെ എടുക്കുമ്പോ എന്റെ കൂടെ വന്ന് കിടന്നു തുടങ്ങും. ഓക്കെ ഓക്കെ ആ പറയ് ഇത് ഫാഷനാ ഇത് ഏത് നാട്ടിലത്തെ ഡൂഡു ഇത് ഫാഷനല്ലേ ഡൂഡു ഡൂഡുവിന്റെ മറ്റേ പള്ളി കയറുമ്പോ ഇടുന്നതാണ് ഞങ്ങള് ഇങ്ങനെ പിടിച്ചാ ഇറക്കി എല്ലാരും ബ്ലാക്ക് ആണ് ബ്ലാക്ക് 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 ഹലോ ആ ഇങ്ങോട്ട് നോക്കണം ഇതാണ് അവന്റെ പ്ലേസിലെ നമ്മള് പോവാൻ തീരുമാനിച്ചു. ഇത് ഫ്ലാഷ് ഓൺ ആക്കണ എവിടെയാണോ? അപ്പം ചാച്ചാന്റെ ഈ വണ്ടിയും നമ്മൾ ഈ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു. ഷിനിക്കാക്ക അവിടെ ജോയിൻ ചെയ്യൂട്ടോ. അല്ല നിങ്ങള് വണ്ടിയുടെ പുറകെ വന്നാ പോരെ? ആ ഓക്കെ മുന്നേ കേറിക്കോ കേറിക്കോ. അതെനിക്കറിയാം പൊക്കാൻ എന്റെ വാപ്പ മഹീന്ദ്രയിൽ അങ്ങനെ തന്നെയാണ്. ഓ എന്തിന് 3 സീറ്റ് ബൈക്കിലുണ്ട്, ഞങ്ങൾ 3 പേരുള്ളൂ. ആ എന്തിന് പൊക്കണ്? ആ ശരി യാത്ര തുടങ്ങി. ഒരു സിഗ്നലിന്റെ അവിടെ ഇങ്ങനെ നിൽക്കണില്ലേ മുന്നാന്റെ ഇതാണ് മുന്നേട്ടോ. മുന്നാന്റെ പെണ്ണിനെ കാണാനും നമ്മൾ പോകും. വേണ്ട ലൈറ്റ് ഇടണ്ട, അതവിടെ ചെന്നിട്ട് ലൈറ്റ് ഇടാം. അയ്യോ മുന്നാനെ തലി വന്നിട്ടുണ്ടാ വേണ്ട, അവിടെ ചെന്നിട്ട് ലൈറ്റ് ഇട്ടിട്ട് നോക്കാം വെട്ടത്തില്. അപ്പൊ നമ്മള് ട്രാഫിക്കിൽ കിടക്കണം. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ചാച്ച ആദ്യം എത്തിയിട്ടാ നോക്ക്. ചാച്ച എത്തി ഡൂഡൂസ് അവിടെ നിൽക്കണം. പാർക്ക് ചെയ്യാൻ സ്പോട്ടിലെത്തിട്ടോ. എല്ലാരും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1 പാർക്കിംഗ് അല്ലേ? പബ്ലിക് ലൈബ്രറി. ആ ഇവിടെ പബ്ലിക് ലൈബ്രറി. ഷനാടെ വീട് പറഞ്ഞുതരാ. ഇവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഉണ്ട്. അവിടെ ലൈബ്രറി പടം അതിന്റെ തൊട്ടടുത്തുള്ള മെട്രോ റൂട്ടിന്റെ അടുത്തായിട്ടാണ് വീട്. ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓ ഇത് മെട്രോക്കാർക്ക് ഇവിടെ പാർക്ക് ചെയ്യാം അല്ലേ? ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാലോ. അതെ 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 ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് എങ്ങനെയാണ് വീഡിയോ എടുക്കൽ അറിയൂല അല്ലേ? എടുത്ത എന്നൊന്നും എടുത്തേ. എങ്ങനെയുണ്ട്? ഞാൻ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോവും. മാച്ച് നോക്കും. ഒരേ ടൈപ്പ് ഓഫ് പാറ്റേൺ ഓഫ് ഡ്രസ്സസ് ഇത് ഷാനാട് അനിയനാട്ടോ. കച്ചറിടാൻ വന്ന് കൂടെ പിടിച്ചേക്കാ ചാച്ച. മുന്നേ നിന്റെ അളിയൻ, മുന്നേ നിന്റെ അളിയൻ. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് മറ്റേ മുന്നാക്ക് പറഞ്ഞ ഇഷാനാട വീട്ടിലേക്കാണ്. അപ്പൊ ഇത് ഇതാണ് മുന്നാന്റെ ആഗ്രഹളിയൻ. ചെറിയ ഞങ്ങളുടെ ചങ്ക്. ഓക്കെ ചാച്ച ഞാനിങ്ങനെ വീഡിയോ പിടിക്കുക ചാച്ച പറയണം കേട്ടോ. അപ്പൊ എനിക്കൊരു മോട്ടിവേഷനാണ്. ഇത് എനിക്ക് ആദ്യമായിട്ട് പോണോണ്ടേ. കുഞ്ഞോക്ക് ഉണ്ട്, അസിത്ത് ഉണ്ട്, ഷിൻഷി, യാസീൻ, ഞാന്, ഷംന, മുന്ന, നിച്ചു. ഫ്ലോറില്ല കേട്ടോ. ഇവര് ദുബായിന്റെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് കേട്ടോ. അപ്പൊ ഇവർക്കെല്ലാം ഭയങ്കര ആക്സസിബിളാണ്, നല്ല സുഖമാണ് ഇവിടെ നിൽക്കാൻ. സോ റൂം വീട്ടിലെത്തി. മോനോടെ
യെയ്യോടെ ഉറങ്ങിയാ? യെയ്യോ? ചേരുണ്ട് ഇങ്ങോട്ട് ചേരുണ്ട് യെയ്യാ? ബാബാ യെയ്യോ മോനോടെ? You like him? ഓന് യൂട്യൂബിൽ വരാൻ ഇഷ്ടം. ഹായ് പറ. Say hi to my subscribers. ഹായ്. ഇത് സ്റ്റാൻഡേർഡില്ല പറ. രണ്ടിലോരിക്കുന്നു. ഓന് മലയാളം അറിയില്ല കേട്ടോ, ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ഇത് ഈശാനാന്റെ ഇത്താത്താന്റെ മോന. ഇത് അളിയൻ, നമ്മൾ പരിചയപ്പെട്ടതാ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് പാനൂർ റെസ്റ്റോറൻറ്റ്. കിസേസിയിലാണ്. കിസേസ് മെട്രോ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള പാനൂരിലാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ പല വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിത്ത് ഫാമിലിയാണ്, 3-4 ഫാമിലിയാണ്, എല്ലാവരും ഉണ്ട്. ഫുഡ് ഇപ്പോൾ വരും. ഫുഡിനുള്ള വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ചെയ്തിരിക്കും. ഇവര് മാത്രം ആദ്യം ഫുഡ് വന്നിട്ടാണ്. നോട്ടെ ഒറ്റ പീസല്ലേ? പൊറോട്ട रुमाल रोटी രാത്രി 12:52 രാത്രി. പകുതി ഉറക്കുന്നില്ല. നമ്മളെ സാധനം വന്ന് പുട്ട് വായലിലൊക്കെ ഉണ്ട്. ഒരു പ്ലേറ്റ് ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അപ്പം ഈ മൂപ്പര് നമ്മളെ സബ്സ്ക്രൈബർ ആയിരുന്നു യാസിൻ ഖാൻ്റെ. അപ്പോൾ ചാച്ചി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പുള്ളി ഇവിടുത്തെ ഓണറാട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല സൂപ്പർ ഫുഡായിരുന്നു. നമ്മൾ കഴിച്ചത് കുറച്ച് ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റംസ് ഉണ്ട്, മസ്റ്റ് ട്രൈ. ഇതിൻ്റെ ലൊക്കേഷനൊന്നും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ എന്തായാലും നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഹോട്ടലായിരുന്നു. ഇവരുടെ വകയിൽ നിന്ന് ട്രീറ്റ്. പിന്നെ ഇതാണ് ഈശാനാൻ്റെ, ഇവിടെ നിന്ന് കേൾക്കോ, ഈശാനാൻ്റെ ഇത്താത്താൻ്റെ ഹസ്ബൻഡ്. അപ്കമിങ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകണോ? ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആട്ടോ. ഡോക്ടർ മിഷാൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ പ്രത്യേകം എടുത്ത് പറയട്ടെ, UAE-ന്റെ ഡോക്ടറാണ് അല്ലേ ഇക്കാക്ക? എവിടെ വർക്ക് ചെയ്യണ? ആസ്റ്റർ. പിന്നെ റഷ്യയിൽ പഠിച്ചതാണ്. എനിക്ക് ഇനി ഫോളോ അപ്പ് ചെയ്യേണ്ട വ്യക്തിയാണ്. ഇത് നോക്കിയിട്ട് ആ പ്രശ്നമില്ല. പിന്നെ ഇക്കാക്ക എൻ്റെ വൈഫും ഡോക്ടർ തന്നെയാ കേട്ടോ. സർജൻ അല്ലേ? INT സ്പെഷ്യലിസ്റ്റ്. ഇല്ല, നിർബന്ധിക്കണ്ട, പ്രൈവസി മാറ്റേഴ്സ്. ഇക്കാക്ക് റഷ്യ തന്നെ പഠിച്ചാട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൂടുതലായിട്ട് ഞാൻ എക്സ്ട്രാ പച്ചപ്പെടുത്തിയത് നമ്മൾ ഇങ്ങനെ. പിന്നെ ഇത്താത്ത നാട്ടിൽ പഠിച്ചാണ്, എന്നെ പോയല്ലേ, എന്നെ പോയി ഞാൻ പഠിച്ചപ്പെട്ടു. പക്ഷെ പേരും താങ്ക് യു. നമ്മള് ഇങ്ങനെ റിലേറ്റീവ്സാണ്. ഇതാണ് വാപ്പാട്ടോ. ഓ ഓയ്, ഇതാണ് ഇത്താത്താൻ്റെ ഓടിക്കളിക്കാൻ മുമ്പിൽ. ഇത് നമ്മളിവിടുന്നാണ്ടാ ഫുഡ് കഴിച്ചത്. ഇവരെ വകയുന്ന ട്രീറ്റ്. ഇവിടുന്ന് അതിന് ഫുഡ് നല്ല ഫുഡാണ്, അടിപൊളിയാണ്. പരിചയപ്പെടുത്തി. ഇത് പാനൂർ റെസ്റ്റോറന്റിന്റെ ഒരു കിസേസിലെ മാനേജർ മിസ്റ്റർ നൗഫൽ. ആളെ നമ്മള് ആദ്യമേ പരിചയമുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോ ആകെ ഒരു ഷോക്കായ പോലെ ആൾക്ക്.
യാസിനെ കണ്ടപ്പോ ഭയങ്കര ഷോക്കായി പോയ ആളാ. പിന്നെ പരിചയപ്പെട്ട് വന്നപ്പോ വയനാട് പക്ഷെ ഒരു കാര്യം പറയട്ടാ, സൂപ്പർ ഫുഡാണ്. സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നറിയോ? മറ്റേ ചിക്കനിൽ ഒരു ക്രീം ഇട്ടിട്ട് പച്ച കളറില്ലേ, അത് നല്ല അടിപൊളി. അതുപോലെ മറ്റേ കുഴപ്പമുണ്ടായിരുന്നില്ല, പിരി ചിക്കനും കുഴപ്പമില്ല. അതുപോലെ ഹണി ചിക്കനും ഇതായിരുന്നു ഞാൻ കഴിച്ചത്. പിന്നെ പൊറോട്ട നല്ല അടിച്ച പൊറോട്ട അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി. അപ്പൊ എല്ലാവരോടും പ്രത്യേകം പറയണ, ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചാൽ ടേസ്റ്റ് ചെയ്യാ, എന്നിട്ട് അതിന്റെ വിശദവിവരങ്ങൾ അറിയിക്കാം. ലൊക്കേഷൻ മെട്രോ സ്റ്റേഷനോട് ചേർന്ന്. മെട്രോ സ്റ്റേഷൻ മസ്റ്റ് ട്രൈ ആണ് ഇവിടുത്തെ സാധനങ്ങള്. ഞങ്ങളിത് ശരിക്കും പറഞ്ഞ പ്രൊമോഷൻ ആയിട്ടല്ല, ഞങ്ങൾ ഇവിടെ ഒരു ഇവരെ വക ഫാമിലി ഗെറ്റ് ടുഗദർ വന്നതാണ്. പക്ഷെ നല്ലതായതുകൊണ്ട് നമ്മൾ പറയുന്നു, അതുകൊണ്ടാണ്. അല്ലാണ്ട് ഇടുന്നൊന്നുമില്ല. നിങ്ങൾ വന്ന് കഴിച്ചിട്ട് മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി, വേറെ ഒന്നും നമ്മൾ പറയില്ല. ഇനി ഇത് ഇല്ല. ശരി, താങ്ക് യു സോ മച്ച്. പിന്നെ നിങ്ങളെ വെയിറ്റർ ഒക്കെ ഇല്ലേ, എടുത്തു പറയാൻ നല്ല ഹോസ്പിറ്റലാലിറ്റി ആയിരുന്നു. ഞാൻ പ്രത്യേക ടിപ്പും കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരി, അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ. ഇതാണ് നമ്മളുടെ പുതിയ ഇഷാന. പേരുണ്ട് ഡുഡു ഇഷാന. ഡുഡുവിന് പറ്റിയ നാത്തൂന വരുന്നേ. ഓക്കെ, ദുബായിന്റെ മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് കേട്ടോ. ഇതാണ് ദുബായിന്റെ എൻഡാണ്. ഉമ്മ ഓരോരുത്തർ ബൈ ബൈ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ എത്തി. ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തർക്ക് വയ്യതെ ഡുഡുവിന് ഞങ്ങളപ്പോ നേരെ അച്ചുമാനിക്ക് വരും എന്നൊക്കെ പറയുന്ന എത്തോണ്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. കിട്ടി മുന്നേ വന്നു. എന്തോ മോൾ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ. മോളെന്റെ കൂടെ ഉണ്ടാവുള്ളൂ. നിന്റെ വരുമ്പോൾ എന്റെ കൂടെ നടക്കുള്ളൂ, നിന്റെ കൂടെ നടക്കൂല. വീഡിയോ എടുക്കട്ടെ. നിങ്ങൾ തല്ലുണ്ടാക്കണൊക്കെ ഞാൻ പകർത്തിക്ക് ഉമ്മ മോനും. കൈ പിടിച്ച് നടക്കണു. അപ്പൊ കൈ പിടിക്കാറില്ല. ആർക്കും നടക്കാൻ വയ്യ, അത്രയും ഫുഡ് കഴിച്ചിട്ട് പറ്റടില്ല ശരീരം കൊണ്ട്. വിഷാനത്തെടുത്തില്ലേ നല്ല രസമില്ല ഷാഡോ. അമേരിക്കൻ പടത്തിലത്തെ പ്രേതങ്ങളാണെന്ന് തന്നെ കൈയാട്ടിയ റിംഗ് കണ്ടോ ഗൈസ്? ഗിഫ്റ്റ്. ഇത് ഡയമണ്ട് അല്ലേ? ഏതിനാ ഇതോ? ഇതൊന്നും ഡയമണ്ട്. ഞാൻ കൊന്നു ഡയമണ്ട് മാത്രം. കളമാര് പഠിച്ചിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ ഈ കമ്മല് മോതിരം മാറ്റി. ഇതെനിക്ക് എന്റെ നാത്തുവിന്റെ ഇത്ത തന്ന്. പോണോക്ക് രണ്ടും കുണിങ്ങി പാർക്കിങ്ങിന്റെ അവിടെ ഇഫത്താന്റെ പുതിയ പേര് കിട്ടി. ഇഫത്ത. അപ്പോൾ നമ്മളപ്പോൾ രാത്രി ഏകദേശം ഇപ്പോൾ സമയം എത്രയെന്നറിയോ? UAE ടൈം നമ്മൾ പറയുന്നു 1:56. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡ് ഓഫ് ആക്കാണ്. ഓക്കെ, അളിയന്റെ വീങ്ങിട്ട് ഇവിടെ ഇരിക്കണം. ഗർഭിണിയായി, നിത്യ ഗർഭിണി. ഫുഡ് കഴിച്ചിട്ട് അതൊന്നല്ല, ഫുഡ് ടേസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ. എന്നും ഫുഡ് കഴിക്കണല്ലേ യാസി? പക്ഷെ ഇന്നത്തെ ഫുഡ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതായി. അപ്പൊ ചാച്ച ആ വഴിയിലോട്ട് പിരിയാണ്, ഞങ്ങൾ ഈ വഴിയിലോട്ട് പിരിയാണ്. ചാച്ച സംസാരിച്ചാൽ തീരൂല ചാച്ച. മോന് സ്വന്തം വീട്ടിലേക്കാ പോണേ എന്നിട്ട് സംസാരിക്കാം. ഡൂഡുവിനെ എവിടുന്ന് പിരിക്കാൻ ചാച്ച അവിടുന്ന് പോ അങ്ങനെ കാണിച്ചൊന്നും കൂടി നേരത്തെ എനിക്ക് ഞാൻ എല്ലായിടത്തൊക്കെ പോകുമ്പോ വെച്ച് കരയും. അപ്പൊ കരഞ്ഞാളാന്ന് ഇപ്പൊ കരയുണ്ടാന്ന് ചാച്ചി. അപ്പൊ ചാച്ചാന്റെ വണ്ടി എടുത്തിട്ട് ഞങ്ങളെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. കയറ്റി വിടട്ടെ, മാറി പോയേ. ഗോ 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 ചാച്ചി. ബൈ ബൈ. അത് മോർണിംഗ് സംസാരിക്കാം. ഫോണ് കാണണം മുന്നേ പോ. ബൈ ഷാർജ ഗൈസ്. ബൈ അജ്മാൻ ഗൈസ്. ഗോയിങ് ദിസ് വേ. ഓക്കെ, ബൈ 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 ഗൈസ്. ബൈ 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 മുന്ന. ബൈ. നമ്മളെ വണ്ടി
കേറി ക്യാമറ കാണിച്ച അപ്പൊ വരും ചിത്രശല പോയി മതി. ആ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തോ? എന്നാ ബൈ ബൈ. നീ നിനക്ക് വൈൻഡപ്പ് ചെയ്യാനറിയാ? ബൈ ഗൈസ് ഹാവ് എ നൈസ് ഡേ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളുടെ വ്ളോഗ്. അപ്പൊ എല്ലാവരും നല്ല ഒരു വീക്കെൻഡ് ഇതായി മുറങ്ങാൻ പോകും. വെള്ളം എടുത്തരോ? എന്നാ ശരി. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. ബൈ ഫ്രം കിസൈസ്. ഡ്രൈവർ